മാമി കൃഷ്ണമൂർത്തിയാണ് എനിക്ക് വേല കിടച്ചിരിക്കെ. എല്ലാ വീടും ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെയൊന്ന് തിരിച്ചറിയാ? കൃഷ്ണമൂർത്തി, ജി കൃഷ്ണമൂർത്തി, കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ? 4 ശമ്പളം, കമ്പനിക്കാർ, ഡ്രൈവർ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ? ഇറങ്ങി വന്നോളൂ. അവൻ എന്റെ മരുമകനാ. മരുമകൻ കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് KK ജോസഫ്. ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്ന് അറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടോ? ഇരുമ്പു ചോളെന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടോ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടോ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. എന്താ റാവുത്തർ വരുന്നത്? അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ ചിക്കൻ കറിയാ. മിസ്റ്റർ തോമസ്, നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതി ഒന്നും പഠിപ്പിക്കണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്? ഏത് കോടതിയാണ്? മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ആരാ എന്റെ പശുവിനെ അഴിച്ചു വിട്ടത്? അതെ, പശുവിനെ കെട്ടേണ്ട തൊഴുത്തില്ല, അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്നിടത്തല്ല. മനസ്സിലായില്ലേ? താൻ വലിയ ന്യായം ഒന്നും പറയണ്ട. വേഗം എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. പോയി പിടിച്ചോണ്ട്. അതെ, പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയമില്ല. പിന്നെ പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. താൻ ഇതിലെ പോ, ഞാൻ ഇതിലെ വരാം. താൻ എന്തെങ്കിലും ചെയ്യും. അയ്യോ സ്വാമി, സ്വാമി മറിച്ചാ